ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ട്രംപ് പറഞ്ഞു. തുർക്കിക്കെതിരെയും ഒമാനെതിരെയും നടന്ന ആക്രമണങ്ങളിൽ ഇറാന് പങ്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനായി പറഞ്ഞു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്ത് ഇറാൻ. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുള്ള ആശയക്കുഴപ്പം വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്നും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും സമൂഹമാധ്യമ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ഇറാന്റെ ഭീഷണി ഒഴിവാകും വരെ അമേരിക്ക ആ രാജ്യങ്ങൾക്ക് സഹായമൊരുക്കാൻ തയ്യാറാണെന്നുമാണ് ട്രംപിന്റെ പുതിയ നിലപാട്. അതേസമയം തന്നെ ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. തുർക്കിക്കെതിരെയും ഒമാനെതിരെയും നടന്ന ആക്രമണങ്ങളിൽ ഇറാന് പങ്കില്ലെന്നും അയൽ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനായി പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവെന്നും അത് തകർത്തതായും അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനെതിരെ സൈനിക താവളം ഉപയോഗിക്കാൻ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയതിനു പിന്നാലെയായിരുന്നു ആക്രമണം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലക്കയറ്റം തടയുന്നതിന്റെ ഭാഗമായി 14 കോടി ബാരൽ ഇറാൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധം അമേരിക്ക താൽക്കാലികമായി നീക്കി. ബെയ്റൂത്തിലേക്കും ടെഹ്റാനിലേക്കും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.